നമുക്ക് കത്തിരിക്ക പറിക്കാം. ബ്രിഞ്ചോൾ ബ്രിഞ്ചോൾ കത്തിരിക്ക പറിക്കാം. വായോ. നോക്ക് എന്ത് സുന്ദരമായിട്ട് നിൽക്കുന്ന നോക്ക്. ഹായ് കണ്ട, റൗണ്ട് ആൻഡ് ഫ്ലഫി. ശുന്നരന്മാര് ശുന്നരികളും. നമുക്കിന്ന് ഇതിനെ പിച്ചാം. അവിടെ ഒരാള്, ഇവിടെ ഒരാ 2-3 പേര്. കത്രിക എടുത്താ? പാത്രം കിട്ടിയില്ല. കത്രികയും പാത്രവും. കത്രിക പിച്ചാത്തി ഓക്കെ, പാത്രം കൊണ്ടുവാ. വാ. അയ്യോ അത്രയും വലിയ ചെരുപ്പാ. നിന്റെ ചെരുപ്പ് എന്തിയേ? ചെരുപ്പ് വെള്ളമായി കിടക്കുന്ന. വാ നോക്കി വാ. മുളകില് ചവിട്ടല്. എങ്ങനെയാ? അങ്ങനെ തന്നെ. ചെടി പോവും. ഇട്. പിച്ചാത്തി ഡേഞ്ചർ. നമുക്ക് കത്രിക എടുക്കാവേ. കുഞ്ഞൊന്നും പിച്ചണ്ട, വലുത് മാത്രം പിച്ചാ മതി കേട്ടോ. കുഞ്ഞുണ്ടോ? കുഞ്ഞവിടെ നിക്കട്ടെ. പതുക്കായി. ചെടി ഒടിയരുത്. അകത്തോട്ട് കയറ്റി. അമ്മ വെട്ടി കൈയിട്ട് തരാം. ഓ ചെടി ഒടിയരുത്. പറ്റണില്ലേ? എത്രണ്ണമായി? ഇവിടെ ഒരെണ്ണമുണ്ട്. ഈ തക്കാളി ആ കറിവേപ്പിലേറെ മണ്ടയിൽ കൂടെ വീഴുന്നു. ഇങ്ങോട്ട് പോ. തക്കാളിയേ കറിവേപ്പിലേറെ മണ്ടയിൽ കൂടെ വീഴാൻ പോണു. കഴിഞ്ഞല്ലോ. കുട്ടെടുത്തോ. കത്രിക അതിനകത്ത് വെച്ചിട്ട് 2 കൈ കൊണ്ടും കുട്ടെടുത്തോ. കമോൺ. എവിടെ നോക്കട്ടെ. ഇതാണ് ബിഗ് വൺ അല്ലേ? പൊരിച്ച് തിന്നാം. വലിയ മോനുണ്ട് കൊടു. ഇതാ എടുക്കാം. എപ്പോ വന്നാലും അദ്ദേഹത്തിന് ഇത് നിന്നാല് കാ പറിച്ച് തിന്നില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല. ഇത് പഴുത്ത്. ഈ റൂട്ട് വരുവാണെങ്കിൽ അദ്ദേഹം ഈ കാ തിന്നിട്ടേ പോവുള്ളൂ. വാ. പഴുത്താ? തൊടുമ്പോ വരും. ഇത് നോക്ക്. ഇത് പിഞ്ചാണോ എന്തോ? പിഞ്ചാണോ? പഴുത്താ? ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ വെള്ളം കയറിയടാ. കണ്ട വെള്ളം കയറി ചീത്തയായിപ്പോയി. ചെറുതിലേ ഏതാണ്ട് വെള്ളം കയറി കണ്ട ചീത്തയായിപ്പോയി.
നിലത്ത് കിടപ്പുണ്ട് പഴുത്തത്, പക്ഷെ അതും ചീത്തയായിപ്പോയി. പഴുത്തണ്ടേ കണ്ടോ, ഇത് മൊത്തം കണ്ടോ ഇങ്ങനെ വെള്ളം, ഒരുപാട് വെള്ളം മഴ പെയ്തിട്ടേ. അതിൽ കുറച്ച് വെള്ളോ? പറിച്ചു നോക്ക്. ഇതിൻ്റെ ഒരു വിത്ത് തൈ ഇവിടെ മുളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ റെഡിയാക്കി എടുക്കാം, നിറയെ കായ ഉണ്ടാവും. ഇതതിൻ്റെ തൈ കേട്ടാ, അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാവേ. വലിയ കൊടുത്ത് പറയണേ ഇവിടെ ഒരു തൈ മുളച്ചു വന്നൊന്ന്. ഇനി ഞാൻ ബ്രിഞ്ചോല എടുത്ത് വീട്ടിൽ കൊണ്ടുകൊടു. എത്രയായി നോക്ക്, എണ്ണ നോക്ക്. നീ എണ്ണീട്ട് പറ. അമ്മ നോക്കി. 1 2 3 4 5 6. ആ 6 കത്രികയും കൂടെ കൂട്ടി. കൊച്ചിനെ പൊരിച്ചോട്, വലുതല്ലേ? ചെറുതില്ല, വലുതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇത് ഇനിയും വലുതാവോ? വീണതേ ഉള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ച മുറ്റി കാണുമെന്ന്. അപ്പൊ ഇത് മുതക്കനാവും. ഇത് ഒട്ടും ആയില്ല, ഒന്നും ആയില്ല. ഇത് വലുതെടുക്കാത്ത എന്ത്? അത് പിരിക്കാൻ ഇപ്പൊ വീണതല്ലേ ഉള്ളൂ. പറിച്ചില്ലെങ്കിൽ അത് മുറ്റിപ്പോയെന്ന്, പറിച്ചാ അത് പിഞ്ചാന്ന്. കഷ്ടമായിപ്പോയല്ലേ. അതിനെന്ത്, പിഞ്ചല്ലേ നല്ലത്. കുറച്ചുകൂടെ മുറ്റിയാ പിന്നെ അരി കാരണം തിന്നാൻ പറ്റത്തില്ല. ഇനി നിൽക്കുന്ന പറഞ്ഞാൽ നിർത്തി നോക്കാം. പച്ച വഴുതന എല്ലാം ഇത് തന്നെ. ഫ്രണ്ടിൽ നിന്നതും കൂടി, അത് നീല വഴുതന, കത്തിരി. ഇവിടെ നട്ടു വെക്കുന്നതും ഇത് തന്നെ. ഞാൻ ഒരെണ്ണം വഴുതന, ഞാൻ വഴുതന വിത്ത് വാങ്ങിയായിരുന്നു. നീ വാങ്ങിയതെല്ലാം കിളിച്ച്. അപ്പൊ അത് വഴുതന അല്ല, അത് കത്തിരിയാണ്. അടുത്ത പ്രാവശ്യം വഴുതന വാങ്ങും. സ്വന്തം പച്ചവളം നല്ല എരിയെന്ന് പറഞ്ഞ. വീട്ടിൽ പോയപ്പോ കൊണ്ടവിടെ ഒടിച്ചോണ്ട് വന്ന സ്വന്തം കരിയാപ്പല, സ്വന്തം വീട്ടിൽ നിന്ന് കള്ളക്കടത്ത്. അമ്മയാണ് മനസ്സിലാക്കുന്നത്. ഇനി കടുക് പറ. എണ്ണ ഒഴിച്ച് ലേശം ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും മെഴുക്ക് വരട്ടി റെഡിയാവും. അമ്മ ഒരു കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇടുവേ, അതാണ് ഇതിങ്ങനെ മഞ്ഞ കളർ. കത്തിരിക്ക മെഴുക്ക് വരട്ടി റെഡി. സ്വന്തം കത്തിരിക്ക മെഴുക്ക് വരട്ടി റെഡി. ഉപ്പ് കൂടിപ്പോയി കാണുമെന്നാണ് എനിക്ക് തോന്നണം. ഇല്ല, ഉപ്പ് കറക്റ്റാണ്. മതിയല്ലേ? ഓക്കെ. ഞാനിപ്പോൾ ഓഫീസിലാണ്, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഞാൻ കത്തിരിക്ക മെഴുക്കുരട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കാം, പാത്രം തുറക്കാം. മാങ്ങാ പുളിശ്ശേരി, ചോറ്, നാരങ്ങ അച്ചാർ, ഡബിൾ ഓംപ്ലേറ്റ്, നമ്മുടെ കത്തിരിക്ക മെഴുക്കുരട്ടി. ജിമ്മിന് പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് പ്രോട്ടീൻ മസ്റ്റാണല്ലോ, അതാണ് ഡബിൾ ഓംപ്ലേറ്റ്. നിങ്ങളൊക്കെ കഴിച്ചായിരുന്നോ? എന്നാൽ പിന്നെ ഞാൻ കഴിക്കട്ടെ. ടാറ്റ ബൈ ബൈ.